ഹായ് അസ്സാം വലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. സൗണ്ടൊന്നും ക്ലിയർ ആയിട്ടില്ല, ജലദോഷമായിട്ട് മാറിയിട്ടില്ല, പ്രോഗ്രാമുകൾ കുറേ ഉണ്ട്. അങ്ങനെ ഒരു പരിപാടിക്ക് പോയിട്ട് വരികയാണ് ഞാൻ. വന്നിട്ട് കുറച്ച് നേരമായി, അങ്ങനെ കിടന്നു. പനി വിട്ട് മാറിയിട്ടില്ല, ഗുളികയും മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ദാരിദ്ര്യം പറയാൻ വേണ്ടി വന്നതല്ല. അപ്പോൾ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞില്ലേ, പഴക്കൊലയും കോഴിമുട്ടി ഇതെല്ലാം കൊണ്ടു കൊടുത്തിരുന്നെന്ന്. അത് ആകൊരു പേരക്കുട്ടി പെൺകുട്ടിയായിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ അവൾ വിശേഷമൊക്കെ ആയി. അവൾക്ക് ചെറിയ കുട്ടിയാണ്, 12 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ കാലമല്ലേ. അപ്പോൾ ആൾ കുറച്ച് ബോഡിയൊക്കെ ഉള്ള ആളാണ്, ചെറുതാണെങ്കിലും. അപ്പോൾ ഏജിൻ്റെ അനുസരിച്ചിട്ടല്ല. അപ്പോൾ അവൾ അങ്ങനെ വിശേഷമൊക്കെ ആയി. അപ്പം നമുക്ക് രണ്ട് കുടുംബത്തിലും ആയുള്ളൊരു പെൺതരിയാണ്. അപ്പം നമ്മൾ അതിൻ്റെതായ രീതിക്കനുസരിച്ചിട്ട് ചെറിയ രീതിയിലൊക്കെ ഒന്ന് ചടങ്ങുകളൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്ന് തന്നെ അവൾ കുളിക്കുന്ന ദിവസം. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ജ്വല്ലറി പോയി. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ അതിനത് വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ കൂടുതലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ കണ്ടോക്കാം അല്ലേ. അപ്പം ഞാൻ അവളുടെ ഡ്രസ്സിനനുസരിച്ചുള്ള വള ഞാൻ നോക്കിയതാണ്. അപ്പോൾ വൈറ്റിൽ ഒരു ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ള ഡിസൈനുള്ള ഒരു ഫ്രോക്കായിരുന്നു ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ വാങ്ങിയതാണ്. അപ്പം അതിലേക്കുള്ള വളയാണ് ഞാൻ എടുത്തത്. അപ്പോൾ വൈറ്റേ കിട്ടിയുള്ളൂ. പിന്നെ ചെറിയൊരു ഫാൻസി മോതിരം, പിന്നെ ഹെയർ ബാൻഡ്, അതുപോലെ തന്നെ നെക്ലേസും വൈറ്റാണ് ഞാൻ എടുത്തത്. കാരണം എന്താ വെച്ചാൽ അത് വേറെ ഇത് പിന്നെ ഞാൻ സെൻറ്റാണ് വാങ്ങിയത്. കൂടുതൽ സെൻറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. പിന്നെ ചെരുപ്പ് ഇത്, പിന്നെ അതുപോലെ തന്നെ എല്ലാം ഇവിടെ നോക്കുമ്പോൾ നല്ല റേറ്റാണ്. പിന്നെ ഞാൻ അതിലേക്കുള്ള ഒരു ലെഗിൻസും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് വാങ്ങി. ഷോള് വന്നതും ഇതേപോലെ തന്നെ ഞാനെല്ലാം ലൈറ്റ് ബ്ലൂ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വൈറ്റിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു 150 രൂപയാണ് ഇവിടെ വരുന്നത്. പിന്നെ നല്ല രസമുള്ള ഷോളാണ്, ഒരു ഒതുക്കമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ആ ഫ്രോക്ക് വരുന്നത് ഇങ്ങനെയാണ്. അതാ പിന്നെ ഈ കളറ് ഒരു ഗ്രീനായിട്ട് വരും. പക്ഷേ അവളത് ബ്ലൂ ആണ്, ഫോട്ടോ ഗ്രീനാണ് വന്നിരുന്നത്. പിന്നെ നമ്മൾ ജ്വല്ലറിലൊന്ന് പോകേണ്ടി വന്നു. അപ്പോൾ അവളെ മാമനെ അയച്ചിട്ടുള്ള ഇതാണ്, ആ ഗിഫ്റ്റാണ്. അപ്പോൾ അത് വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അരപ്പവൻ്റെ ഒരു വള എടുത്തു നമ്മൾ. പിന്നെ 1 ഗ്രാമിൻ്റെ ഒരു മോതിരം, ചെറിയൊരു മോതിരം വാങ്ങി. പിന്നെ അതൊരു രസമല്ലേ. അപ്പോൾ എന്തായാലും കുറേ കാലമായിക്കണ് അവൾക്കൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. പ്രസവിച്ച സമയത്ത് 40 ഒരു 1.5 പവൻ്റെ 1 പവൻ്റെ ചെയിന് വാങ്ങിക്കൊടുത്തതാണ്. പിന്നെ ഇപ്പോൾ അതിന് ശേഷമൊന്നും എനിക്ക് വാങ്ങിക്കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഫ്രോക്കാണ് ഇത് കേട്ടോ. ഇതിനുള്ള ബെൽറ്റാണിത്. ഏത് ഡ്രസ്സിനും നമ്മൾക്ക് വേണം ബെൽറ്റ് ഇടാൻ പറ്റും ചെയ്യും. അപ്പോൾ ഫ്രോക്കിന് ഡബിൾ സ്ലീവാണ് വരുന്നത്. നല്ല രസമുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. തുണി നല്ല സോഫ്റ്റാണ്, അതുപോലെ ഷിഫോണ്. പിന്നെ അതുപോലെ തന്നെ നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ അത്യാവശ്യം. പിന്നെ ബെൽറ്റാണ് കിട്ടാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അവൾക്ക് ഇട്ടിട്ട്. പിന്നെ ഞാൻ പൂക്കാരി ഞങ്ങളവിടെ പോകുമ്പോൾ രാവിലെ തന്നെ പൂക്കാരിൻ്റെ അടുത്ത് പോയി 6 മുളം പൂവെടുത്തു. പിന്നെ ബേക്കറി പോയി, ബേക്കറിയിൽ നിന്ന് ഞങ്ങൾ മിഠായി പാക്കറ്റ് വാങ്ങി. പിന്നെ അങ്ങനെ വീട്ടിലെത്തി, കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് മഞ്ഞളൊക്കെ തേച്ച് എല്ലാം തേച്ച് കൊടുത്ത് കുളിപ്പിച്ചു. അപ്പോൾ കയ്യിൽ കിട്ടിയ ഗിഫ്റ്റാണ് ഇതൊക്കെ. പിന്നെ കമ്മലൊക്കെ ഉണ്ട്, പിന്നെ ഡ്രസ്സുകളുണ്ട്. അങ്ങനെ ഇത്രയൊക്കെയാണ് സംഭവങ്ങളാണ് ഉണ്ടായത്. പിന്നെ അവളെ നമുക്ക് വീഡിയോയിൽ ഞാൻ തീരെ ഉൾപ്പെടുത്തൂല. അതിന് മുന്നേ ചെറിയ കുട്ടിയാകുമ്പോൾ കുറച്ചൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ചെറിയ കുട്ടി തന്നെ കേട്ടോ. അപ്പോൾ ഇനി ആളങ്ങനെ വീഡിയോയിൽ കൊണ്ടുവരില്ല. അപ്പം അതുകൊണ്ടാണ് ഫോട്ടോസും ഇതൊന്നും എടുക്കാത്തത് കേട്ടോ. ഡ്രസ്സൊക്കെ ഒരു 10-15 കൂട്ടമുള്ള ഡ്രസ്സ് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ആഭരണങ്ങളും കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, കുഴപ്പമില്ല. ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട്. ഉപ്പാക്ക് തീരെ ഇഷ്ടമല്ല, ഉമ്മാക്കും ഇഷ്ടമല്ല. പിന്നെ അറിയിക്കേണ്ടേ എന്നുള്ള ഒരു ഇതും. പിന്നെ നമ്മളൊക്കെ ആയിട്ട് ഓരോരുത്തർക്ക് ഇങ്ങനെയൊക്കെ കൊടുത്തുണ്ടാക്കി ഒരു ഇതാണല്ലോ, എന്താ പറയുക, ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണല്ലോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ. പഴയ ആചാരങ്ങളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് സംഭവമായിട്ട് കഴിച്ചിട്ടില്ലെങ്കിൽ പോലും അതെങ്ങനെയായാലും അത്യാവശ്യപ്പെട്ട ആൾക്കാരൊക്കെ നമ്മൾ അറിയിക്കേണ്ടതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നില്ല. അപ്പോൾ അതതിൻ്റെ രീതിയിൽ പോട്ടെ. അപ്പോൾ അങ്ങനെ ആ സംഭവങ്ങൾ കഴിഞ്ഞു. ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി, ചിക്കൻ പൊരിച്ചതും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. പായസം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേര് എല്ലാവരും കൂടെ കൂടി. പിന്നെ ഇന്ന് വലിയൊരു സംഭവമാണ് നമ്മുടെ നാട്ടിലെ പറഞ്ഞാൽ പുതിയങ്ങാടി യാമുന്തങ്ങൾപ്പാപ്പാൻ്റെ ഒരു നേർച്ച നടക്കുന്നുണ്ട്. അതിൻ്റെ കൊടിയേറ്റാണ്, ഫസ്റ്റിലെ ദിവസമായിരുന്നു. അപ്പോൾ
നല്ല ബിസിയാണ് ഉണ്ടാവും. ആ റോഡൊക്കെ പിന്നെ എന്താ പറയുക ബ്ലോക്കായിട്ടുണ്ടാവും, ബ്ലോക്കാക്കും. പിന്നെ വഴിയൊക്കെ റൂട്ടൊക്കെ മാറ്റി വിടും, വണ്ടികളൊന്നും വിടില്ല വൈകുന്നേരം. അപ്പോൾ നല്ല റഷായിരിക്കും. അപ്പോൾ അത് കാരണത്താൽ ഒരുപാട് ആൾക്കാർക്ക് ഫാമിലിപ്പെട്ട അത്യാവശ്യം ആൾക്കാർക്കൊന്നും വന്നു പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. കുഴപ്പമില്ല, അൽഹംദുലില്ലാ എല്ലാവർക്കും സന്തോഷം. അവൾക്ക് സ്കൂള് തിങ്കളാഴ്ച പോകണം. അപ്പോൾ അതിൻ്റെ ഒരു പേരിലായതുകൊണ്ടാണ് ഇപ്പോൾ ഞായറാഴ്ച ആക്കിയത്. പിന്നെ അപ്പം ഞാൻ ഇന്ന് ആണ്ട് വിട്ടെന്നു ഒരിക്കൽ വന്നിരുന്നു. ഇപ്പോൾ ഫുഡ് കഴിച്ചങ്ങാണ്ട് നേരെ അങ്ങോട്ട് പോയി ചടങ്ങൊക്കെ കഴിഞ്ഞങ്ങാണ്ട്. അത്രയും നേരം അവർക്ക് ഞായറാഴ്ച അങ്ങനെ ലീവ് കിട്ടാറില്ല, അത്രയും ടൈമൊന്നും കിട്ടൂല, ഓഫർ ഡേ അല്ലേ. പിന്നെ 12-12:30 ആകുമ്പോഴത്തേന് ഇക്ക പോയി. പിന്നെ എന്നെ സെൽബി ബിയമോളില്ലേ, ബിയൻ്റെ കൂടെ ഞാൻ ബൈക്കിൽ വന്നു. അവളും മോനും കൂടെ വന്നിട്ട് അവരുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവളും എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കി തന്ന് അവളങ്ങനെ പോയി. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ശരി, ഓക്കെ, അസ്സലാമു അലൈക്കും, അസ്സലാമു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ.